കുഴപ്പമില്ലെന്ന്. എന്നാൽ നിങ്ങൾ ചെയ്യും, ആദ്യം നിങ്ങൾ ചെയ്യും. അല്ല, നമുക്ക് 3 പേർക്കും കോംപ്രമൈസ് ആയിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ഇല്ലില്ല ചേട്ടൻ, ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ഒരു മിനിറ്റ്. അതെ, ഇതെന്തത്? നമുക്ക് പിന്നെ ചെയ്യാം. പേടിയാ? എനിക്കും പിന്നെ ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യും. ആൾക്കാർ കാത്തിരിക്കുന്നത്, അതൊക്കെ ചീത്ത പറയും. മോനെ ചെയ്തോ, തുടങ്ങിക്കോ. മലയാള സിനിമയിലെ നടന്മാരുടെയും കുറച്ച് നടികളുടെയൊക്കെ ശബ്ദം ചെയ്യാം. ഓക്കെ. മലയാള സിനിമയിലെ കുറച്ച് നടിമാരുടെ ശബ്ദം നമ്മുടെ മിന്നൻ താരം രാജേഷ് എടുക്കാൻ പോവുകയാണ്. ചെയ്യാം. അപ്പൊ ഈ മൈക്ക എനിക്ക് തരൂ. ഇതാ നല്ല സൗണ്ട് എടുത്തോ. ഹലോ ഹലോ ഹലോ. മലയാള സിനിമയിലെ നമുക്കെല്ലാം പ്രിയങ്കരിയായ മലയാള സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ. ഈ സുശീലൊരു പാവാട സങ്കടം ഉണ്ടടി. ദാരിദ്ര്യം പട്ടിണിക്കാണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഒരു കുടുംബം പോലെയാ. കണ്ടില്ലേടാ, മൊക്ക ഒരു ഡിപ്പ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് പണ്ടടക്കിയ മകൻ. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്തേതാണ്. അടുത്ത് നമുക്കെല്ലാം പ്രിയങ്കരിയായ തൃശ്ശൂരിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഭാവന ചേച്ചി. ഭാവന, തൃശ്ശൂരിലുള്ള ഭാവന. ഭാവന. ഓക്കെ. ഇതൊക്കെ കണ്ണാടിക്കാവലോ അമ്മേ. നാളെ റിസൾട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ എന്തറിയാനാ, വലിയ വീട്ടിലെ കുട്ടികളെ ലക്ഷങ്ങളാ എൻട്രൻസ് കോച്ചിങ്ങിന് മാത്രമായിട്ട് പൊട്ടിക്കണതേ. പിന്നെ ഒരു കാര്യം, ഈ കഷ്ടമൂർത്തികൾ പാവാട്ടോ, എനിക്കിഷ്ടായി. അടിപൊളി അടിപൊളി. ഇനിയുണ്ട്. ഇനി വെറൈറ്റി ആയിട്ട് നന്ദനത്തില് നമുക്കെല്ലാം പ്രിയങ്കരിയായ ഒരു നടിയുണ്ട്. മറ്റാരല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നവ്യ നായർ. നവ്യ നായർ. നന്ദനത്തിലെ ഒരു ഡയലോഗുമായിട്ട്. കൃഷ്ണ, ഞാൻ ഈ കേൾക്കണതൊക്കെ സത്യം തന്നെയാണോ? വന്നിരിക്കണോ? പൊക്കത്തിക്കണ്ട അതേ കല്യാണ ചെക്കൻ സുന്ദരനാട്ടോ. എന്റെ മനോട്ടിനോട് ഞാൻ നിന്നും എങ്ങനെയാ പറയൂ. ഇനി പറഞ്ഞിട്ടൊന്നും ഫലമില്ലാച്ച ഞാൻ ഇവിടുന്ന് പോവും. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ശക്തി തരണം എന്റെ ഗുരുവായൂരപ്പ. അടിപൊളി അടിപൊളി. ഇനി ഏതാണ്? ഇനി വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മിമിക്രി വേദികളിൽ അധികാരം അനുകരിക്കാത്ത കാവ്യമാധവൻ. കാവ്യമാധവൻ ഈ 2009 അവാർഡ് വാങ്ങിയതിനു ശേഷം കേട്ടിട്ടില്ല. കാവ്യമാധവന്റെ സൗണ്ട് ഇതേവരെ കേട്ടിട്ടില്ല. ഈ അവാർഡ് വാങ്ങി 2009 ഏഷ്യനെറ്റിന്റെ. അപ്പൊ ഏഷ്യനെറ്റിന്റെ അവാർഡ് വാങ്ങിയ ശേഷം കാവ്യമാധവൻ സ്റ്റേജിൽ പ്രസന്റ് ചെയ്ത ഒരു ഡയലോഗാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഏഷ്യാനെറ്റിന്റെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചതില്. 2ാമത്തെ പ്രാവശ്യമാണ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുന്നത്. ബനാറസ് എന്ന് പറയുന്ന സിനിമയില് അമൃത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനാണ് അവാർഡ് കിട്ടിയത്. ഈ സിനിമയുടെ പിന്നെ പ്രവർത്തിച്ച ഓരോരുത്തരോട് ഞാൻ നന്ദി പറയാണ്. അതുപോലെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോട് നന്ദി. ഇനി നടന്മാരുടെ ശബ്ദം ഏതെങ്കിലും അറിയോ? ഇനി നടന്മാരുടെ ശബ്ദം നമുക്കെല്ലാം പ്രിയങ്കരനായ ജനപ്രിയ നായകൻ ദിലീപിന്റെ ശബ്ദം. ഇയാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കണോ. ഇയാളുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും എല്ലാം എനിക്ക് ഇഷ്ടമായിരിക്കണോ. ഇത്തവണ ഉത്സവം കഴിഞ്ഞ് പോകുമ്പോ തന്നെ ഞാൻ കൊണ്ടുപോകും. എന്റെ കൂടെ വരില്ലേ താൻ? വരില്ലേന്ന്. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ. ഇനിയുള്ളത് മലയാള സിനിമയിലെ മിമിക്രിയിലൂടെ മലയാള സിനിമയിലെത്തി ഇന്ന് മലയാളത്തിലെ വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സിദ്ദിഖ് സാബ്. സിദ്ദിഖ് ആരും ചെയ്യാത്ത ശബ്ദമല്ലേ? സിദ്ദിഖ് സാബിന്റെ ശബ്ദം. ജാനകി, നിന്റെ കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ ശേഷം നിനക്ക് തോന്നിയ ഹീറോയിസം കാർത്തികേയൻ. നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്തു, എന്നിട്ട് ഏതോ തമിഴ് കോളനി കൊണ്ട് പാർപ്പിച്ചു. ഞാൻ പോലും അറിയാതെ നിന്റെ അച്ഛൻ അവനുമായി വിലപേശി. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ വെറുമൊരു പന്ന പോലീസുകാരനല്ല ഞാൻ. അടിപൊളി അടിപൊളി.